ഇവിടെ ഒരു കള്ളൻ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റും. ജയിലിലെ സ്പോർട്സിൽ വെച്ച് ഒരു ഇരുമ്പ് പന്തിൽ കാല് വെച്ചപ്പോൾ അത് സ്വർണ്ണ പന്താക്കി മാറ്റി. എല്ലാവരും ഞെട്ടി. അവൻ ഓടി ജയിലിന്റെ കവാടത്തിലെത്തിയപ്പോൾ അവൻ ഒരു കാവൽക്കാരന്റെ തോക്ക് തൊട്ടതും അത് സ്വർണ്ണമായി മാറി. ജയിലിൽ മുഴുവൻ സ്വർണ്ണത്തിന് വേണ്ടി അടിപിടിയായി. അവസാനം സ്വർണ്ണമാക്കിയ ഒരു സാധനം കൊണ്ട് ജയിലറെ മയക്കി താക്കോല് കൈക്കലാക്കി അവന്റെ സഹോദരന്മാരുടെ കൂടെ രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം ഓടിയപ്പോൾ ദാഹം തോന്നിയ അവൻ വെള്ളം കുടിക്കാനായി ഒരു ടാങ്ക് എടുത്തു. പക്ഷെ തൊട്ടപ്പോൾ തന്നെ വെള്ളവും സ്വർണ്ണമായി. ഇതെന്ത് ശാപമെന്ന് പറഞ്ഞ് അവിടെ നിലവിളിച്ച് കരഞ്ഞു. കഴുത്തിലെ മാലയാണ് കാരണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഊരാനും കിട്ടണില്ല. വീട്ടിലെത്തി ചേട്ടൻ ഭക്ഷണം വാരി കൊടുത്തപ്പോൾ സ്പൂണും ഭക്ഷണവും എല്ലാം സ്വർണ്ണമായി മാറി. അവൻ ഇരുന്ന് മോങ്ങി. ഈ ശക്തിയെക്കുറിച്ച് അറിഞ്ഞ ഗ്രാമവാസികൾ എല്ലാ സ്വർണവും കൊള്ളയടിക്കാൻ തുടങ്ങി. അവൻ അബദ്ധത്തിൽ ചേട്ടന്മാരെ തോളത്ത് കൈയിട്ടതും അവരും സ്വർണ്ണമായി മാറി. അവരെയും നാട്ടുകാർ എടുത്തോണ്ട് പോകാൻ വന്നു. പക്ഷെ അപ്പോഴേക്കും അവരെയും കൊണ്ട് അവൻ സ്ഥലം വിട്ടിരുന്നു. അവസാനം അവൻ ഒരു രഹസ്യ ഗോത്രത്തിലെത്തി. ഈ ശാപം നിറഞ്ഞ മാല ഒഴിവാക്കാനായി തലവനോട് അപേക്ഷിച്ചു. പക്ഷെ അവിടുത്തെ തലവൻ പറഞ്ഞു, നീ മോഷ്ടിച്ചത് എന്റെ മാലയല്ലേ, അതുകൊണ്ട് ആ മാല കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അനുഭവിച്ചു വന്നു. ആകെ ദേഷ്യം പിടിച്ച അവൻ ഗോത്രത്തിലെ എല്ലാം സ്വർണ്ണമാക്കി മാറ്റി. ഗ്രാമവാസികൾ എല്ലാരും കൂടെ ഗോത്രത്തിൽ വന്ന് നിരങ്ങാൻ തുടങ്ങി. അവസാനം തലവൻ വേറെ വഴിയില്ലാതായി ഒരു മന്ത്രം ചൊല്ലി ആ മാല ഊരിയെടുത്ത് കൊക്കയിലേക്ക് എറിഞ്ഞു. പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞ് അവനെ അവിടുന്ന് നാട്ടിച്ചുവിട്ടു.